നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 492 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഏകദേശം 5000 പേർക്ക് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനാനിലെ 1100ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡറായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂത്തിലെ ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം UN ഇൻസ്റ്റീം ഫോഴ്സ് ഇൻ ലെബനാൻ തലവൻ ജനറൽ അറോൾഡോ ലസാറോ ഇരു വിഭാഗങ്ങളെയും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ലോകത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം അനിവാര്യമാണെന്നും ആഗോള സമാധാനം വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്നും UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് കാണാതെയാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിൽ എന്താണെന്ന് 3-4 ദിവസം കാത്തിരുന്നാൽ മനസ്സിലാകും. അപ്പോഴേക്കും ജനത്തിൻ്റെ മനസ്സിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അന്വേഷണത്തിലും സംഭവിച്ചു എന്ന വികാരം ജനിപ്പിക്കാനാണ് പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ കലാപക്കൊടി ഉയർത്തിയ PV അൻവർ MLA പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലരെ മാധ്യമങ്ങൾ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥ ഈ അടുത്ത കാലത്ത് ഉണ്ടായല്ലോ എന്നും അതെല്ലാം എത്ര നാൾ നിലനിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ എന്നും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാരിൻ്റെ വഴക്കു നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ എംബോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിലെ ആദ്യ ക്ലൗഡ് B കേസാണെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണിതെന്നുമാണ് വിവരം. പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ലോകാരോഗ്യ സംഘടന അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചത്. UAE-യിൽ നിന്നും എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച രോഗം സ്ഥിരീകരിച്ചത്. വയനാട്ടിലെ ടൂറിസം പുനർജീവിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉരുൾപൊട്ടൽ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തെ മാത്രമാണ് ബാധിച്ചതെങ്കിലും വയനാടിനെ ആകെ ബാധിച്ചെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായെന്നും ഇത് വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരത്തിൽ വലിയ ഇടിവിന് കാരണമായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ ടൂറിസം പുനർജീവിപ്പിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്നും വയനാട് സന്ദർശിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അമിത ജോലി സമ്മർദ്ദം മൂലം യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ്. നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവന ഡ്രാക്കുള കമ്പനിയുടെ സംരക്ഷകയായി മാറുന്നതിന് തുല്യമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം. മുതിർന്ന CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് രംഗത്തെത്തിയതോടെയാണ് പൊതുദർശനത്തിനിടെ കയ്യാങ്കളി അരങ്ങേറിയത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തീരുമാനം വരും വരെ ലോറൻസിൻ്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനുമാണ് നിർദ്ദേശം. MM ലോറൻസിൻ്റെ സംസ്കാര ചടങ്ങിലെ ദുഃഖമുണ്ടാക്കിയെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. ലോറൻസിൻ്റെ മരണം വിവാദമുണ്ടാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് അറിയില്ലെന്നും കുടുംബം പറഞ്ഞത് പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നതെന്നും കുടുംബമാണ് മൃതദേഹം കൈമാറിയതെന്നും CN മോഹനൻ പറഞ്ഞു. തൃശ്ശൂരിലെ UDFൻ്റെ പരാജയം അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കമ്മീഷൻ അംഗം KC ജോസഫ്. തൃശ്ശൂരിൽ K മുരളീധരൻ്റെ തോൽവിക്ക് കാരണം CPM BJP ബാന്ധവമാണെന്നും പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശനം BJPയെ തുണച്ചെന്നും KC ജോസഫ് പറഞ്ഞു. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണം പൂരം വിവാദമല്ലെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്.
സമർപ്പിച്ചെന്ന മാധ്യമ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KPCC പ്രസിഡന്റ് കെ. സുധാകരൻ MP പറഞ്ഞു. തൃശൂരിൽ BJPയുടെ വിജയത്തിലേക്ക് നയിച്ചതിൽ പൂരം കലക്കിയതിന് നിർണായക പങ്കാണുള്ളതെന്നും കെ. സുധാകരൻ പറഞ്ഞു. വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോഴെന്നും വനം വകുപ്പ് ജീവനക്കാരുടെ തോന്നിയാസത്തിന് അതിരില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ ക്രൂരമാണെന്നും PV അൻവർ MLA പറഞ്ഞു. വനത്തിൽ എന്തും നടക്കുമെന്നതാണ് സ്ഥിതി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ വനം വകുപ്പിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അൻവർ. PV അൻവർ MLAയുടെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി AK ശശീന്ദ്രൻ. പറഞ്ഞത് ശരിയോ എന്ന് അൻവർ ആലോചിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ പോലെയുള്ള MLA പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ താൻ പഠിച്ചിട്ടില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു. വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി PV അൻവർ MLA. രാജേഷ് എന്ന ഉദ്യോഗസ്ഥനെതിരെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, സ്പീക്കർ AN ഷംസീർ, ചീഫ് സെക്രട്ടറി എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ ഇന്നലെ കണ്ടെത്തിയതൊന്നും അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. ഇന്നലെ രാവിലെ കണ്ടെത്തിയ ബമ്പർ അർജുൻ്റെ ലോറിയുടേതാണെന്ന് നേരത്തെ മനാഫ് പറഞ്ഞു. എന്നാൽ ലോഹഭാഗങ്ങളടക്കം വേറെയും നിരവധി വസ്തുക്കൾ കണ്ടെത്തിയതോടെ ഇവയൊന്നും അർജുൻ്റെ ലോറിയുടേതല്ലെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റേതല്ല, പശുവിൻ്റേതാണ് ഇന്ന് മംഗളൂരിലെ FSN ലാബ് സ്ഥിരീകരിച്ചെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. അസ്ഥി മനുഷ്യൻ്റേതെന്ന നിലയിൽ നടക്കുന്ന പ്രചരണം തെറ്റാണെന്നും കളക്ടർ വ്യക്തമാക്കി. അർജുന് വേണ്ടിയുള്ള ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ നിർത്തില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിൻ. ഇന്ന് റെഡ് അലർട്ട് ആയതിനാൽ സാഹചര്യം നോക്കി മാത്രമായിരിക്കും തെരച്ചിൽ തുടരുകയെന്നും MLA അറിയിച്ചു. 2025 വർഷത്തേക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണത്തിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ 6-ലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.